കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സങ്കീർത്തനം 105 അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആ വചനം ഇപ്രകാരമാണ്: കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ, അവിടുത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിൻ്റെ വചനം നമ്മെ ഈ വചനത്താൽ ശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നിറയുവാൻ തക്കവിധം നമ്മുടെ ഹൃദയത്തെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലെ അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുക, അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. നമ്മളെപ്പോഴും കർത്താവിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കണം, അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കണം. അനുദിനം കർത്താവ് നമുക്ക് ചെയ്യുന്ന അത്ഭുതങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വിവരിക്കണം. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് ഓരോ നിമിഷവും തരുന്ന നന്മകൾ, നമ്മളെ നയിക്കുന്ന കൃപകൾ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അനന്തകോടി നന്മകൾ, നമ്മുടെ മേൽ ചൊരിയുന്ന കരുണ, ഇതെല്ലാം നമ്മൾ നിരന്തരം പ്രഘോഷിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. വിശുദ്ധ നാമത്തിലാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ആഹ്ലാദിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആനന്ദം തലതല്ലും. ഹല്ലേലൂയ. ആനന്ദത്താൽ നമ്മൾ നിറയും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. നമ്മൾ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കണം, നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം തേടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ആ പരിശുദ്ധ കരത്തിൽ ചേർന്ന് നിൽക്കണം. കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമ്മളോട് കർത്താവ് ചേർന്ന് നിൽക്കും. അങ്ങനെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, രോഗികളും ബലഹീനരുമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. കടബാധിതയാൽ വേദന അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. പിതാവേ, സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാതെ വാടകയ്ക്ക് കഴിയുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധനും നീതിമാനുമായ എൻ്റെ സ്വർഗീയപ്പച്ച, ഇന്ന് ലോകം മുഴുവനിലുമുള്ള എല്ലാ രോഗികളെയും ബലഹീനരെയും അവശ്യരെയും എല്ലാം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. കർത്താവെ, അവരിൽ നിന്ന് പൂർണ്ണ മോചനം നൽകി കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാനുള്ള ബലവും ശക്തി അവർക്ക് പകരണമേ. കർത്താവെ, കർത്താവെ, അവിടുത്തെ അന്വേഷിക്കുന്നവർ ആഹ്ലാദിക്കട്ടെ എന്നാണല്ലോ കർത്താവ് പറയുന്നത്. അങ്ങേ അന്വേഷിക്കുന്നവരുടെ ഹൃദയം എപ്പോഴും ആഹ്ലാദിക്കുവാൻ തക്ക വിധം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കണമേ. കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹമുള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നീതിമാനുമായ എൻ്റെ സ്വർഗീയ പിതാവേ, സ്വർഗവും സ്വർഗവും തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന എൻ്റെ സ്വർഗീയപ്പച്ച, അങ്ങയുടെ പൊന്നോമന കരങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന പിതാവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെന്നോട് പ്രാർത്ഥന ചോദിച്ചവരെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹിതരുടെയും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ബലത്തിൻ്റെ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.